ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഗ്ഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ബിരിയാണിയുടെ ഒക്കെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ എഗ്ഗ് ബിരിയാണി തയ്യാറാക്കാവുന്നേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കൂടെ ഒരു ചെറിയൊരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഇനാബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് തന്നെ ഇനാബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരുപാട് പാത്രങ്ങളിലൊന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പോട്ട് മാത്രം മതി. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സവോള ഇട്ട് കൊടുത്തേക്കാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ടുള്ളതാണ്. ഇത് ലാസ്റ്റ് ഗാർണിഷിങ്ങിനായിട്ടുള്ള സവോളയാണ്. നമ്മൾ ആദ്യം തന്നെ ഒന്ന് വറുത്ത് പൊരിയെടുത്ത് വെക്കുന്നു മാത്രം. അപ്പോൾ ഈ നെയ്യിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ മതിയാവും. അതിലേക്ക് ഒരു സവോളയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് നന്നായി ഒന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ലൈറ്റ് കളറ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഈ പഞ്ചസാര കൂടി ഇട്ടിട്ട് ഇതൊന്ന് ആ നെയ്യിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ലാസ്റ്റ് നമ്മളിത് ആ ബിരിയാണിയുടെ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ആയതിനു ശേഷം മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഈ ഒരു പോട്ടിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുന്നതും. നമുക്ക് ഒരുപാട് വേറെ പാത്രങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പോട്ടിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒരു 3 ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 3 സവോളയാണ്. 3 മീഡിയം സൈസുള്ള സവോള അത് അരിഞ്ഞെടുത്തേക്കാണ്. അത്യാവശ്യം കനം കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഈ 3 സവോള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി വാടിക്കിട്ടട്ടെ. ഇത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. അതിനായിട്ട് ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് വാടി കിട്ടട്ടെ. അപ്പോൾ ഇത് വാടി കിട്ടുന്ന ടൈമിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി വെക്കാനായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 or 10 ചുവന്നുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുത്ത് വെക്കാം. ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാനായിട്ടുള്ളത് അല്പം കശുവണ്ടി പരിപ്പും കൂടി ഞാൻ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കണം. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ സവോള അവിടെ വാടി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. അത് അത്യാവശ്യം നന്നായി വാടി വന്നപ്പോൾ ഞാനതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഈ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരല്പം വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പം ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. 2 തക്കാളി ചെറുതായിട്ടൊന്ന് കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തേക്കാണ്. ഇതും കൂടി ഒന്ന് നന്നായി വാടി കിട്ടണം. അപ്പോൾ തക്കാളി കൂടി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു അല്പം മാത്രം മതി, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മതിയാവും, അല്പം മാത്രം മതി. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലകളെല്ലാം കുറേശ്ശെ മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഗരം മസാലപ്പൊടിയാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നന്നായി അതിൻ്റെ മണമൊക്കെ ഒന്ന് നന്നായി മാറി വരണ വരെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കശുവണ്ടിപ്പരിപ്പ്, ആ അരച്ച പേസ്റ്റാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത്ര ക്വാണ്ടിറ്റി ആക്കിയത്. വെള്ളം പോലെ ഇരിക്കുന്നത് കാണുമ്പോൾ തോന്നുന്നുണ്ടാവൂലേ. ഇനി ഇതിലേക്ക് 2 ചെറുനാരങ്ങയുടെ ജ്യൂസാണിത്. കുരുവൊന്നും ഇല്ലാതെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുരു പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കയ്പ്പ് രസം വരും. അപ്പോൾ ചെറുനാരങ്ങയുടെ ജ്യൂസ് 2 എണ്ണത്തിൻ്റെയാണ്, അത് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മൾ എല്ലാം വാട്ടിയെടുത്തതിന് ശേഷം അത് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, തൊണ്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10 കോഴിമുട്ടയോളാണ് ഇപ്പോൾ ഞാനിവിടെ പുഴുങ്ങി വെച്ചേക്കുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ 6 എണ്ണമാണ് ഇപ്പോൾ ഞാൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി 4 മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 6 കോഴിമുട്ട ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് ശരിയായിട്ട് വരണം. കോഴിമുട്ടയിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണം. അതുവരെ ഒന്ന് അതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കോഴിമുട്ട അതിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കോഴിമുട്ട മാറ്റിയെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് പിന്നെ നമുക്ക് ബിരിയാണിയൊക്കെ സെറ്റായതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതൊക്കെ ഞാനതിൽ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അല്പം തൈര് ഒഴിച്ച് കൊടുക്കണം. തൈര് ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ്. അത് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. പിന്നെ നേരത്തെ നമ്മൾ 2 ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ജ്യൂസ്. ഇനി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കോഴിമുട്ട നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ 4 എണ്ണം, അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ ശരിക്കും ആ ഒരു എഗ് ബിരിയാണിയുടെ നല്ലൊരു മണവും അതൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഞാനിനിയും അരി എടുക്കുന്നത് ജീരകശാല അരിയാണ്. അപ്പോൾ 2 കപ്പ് അരിയാണ് ഞാൻ കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എത്ര പോലെയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് വെച്ചേക്കുന്നത്, അതുകൊണ്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ കാര്യമൊക്കെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഒരു അല്പം ബിരിയാണി എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തേക്കാണ്. എന്നിട്ട് മൂടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനൊരു മാഗിയുടെ ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ചിക്കൻ ബിരിയാണിയുടെ ആ ഒരു മണവും എല്ലാം കിട്ടും. ശരിക്കും ചിക്കൻ ബിരിയാണിയാണ് തന്നെ കരുതുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി, ഇത് 2 കപ്പ് അരിയാണ്, അത് ഇട്ട് കൊടുക്കുകയാണ് ഈ വെള്ളത്തിലേക്ക്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ അരി കറക്റ്റ് വേവായിട്ട് വന്നോളും. ഇനി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 1/4 ഭാഗം വേവായപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ആ എഗ്ഗ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തേക്കാണ്. നമ്മൾ ഫസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത്. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ. ഈ മുട്ട ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇനി നമുക്ക് കുറച്ചൊരു 5 മിനിറ്റ് നേരം കൂടി ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റ് വേവായിട്ട് കിട്ടും. ഇതിൻ്റെ മുകളിലായിട്ട് അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അല്പം ബിരിയാണി മസാലയുടെ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കണം, എങ്കിലാണ് കറക്റ്റ് ആ വേവായിട്ട് വരുള്ളൂ. മുകളിലായിട്ട് അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടീസ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം പിന്നെ വേവിച്ചെടുക്കാനായിട്ട്. തീ കൂട്ടി കൊടുക്കരുത് കേട്ടോ. ഇനി അതിന് ശേഷം ഒരു വെയിറ്റ് കൂടി മുകളിൽ വെച്ച് കൊടുത്താൽ ആവിയൊന്നും പുറത്തേക്ക് പോവില്ല.
ഇപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ വെള്ളം ഫുള്ള് വറ്റിയിട്ട് അരിയൊക്കെ നല്ല കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ചിട്ടുള്ള സവോളയും കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുത്തേക്കാണ്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇവിടെ അങ്ങനെ സെറ്റായ എഗ്ഗ് ബിരിയാണി. അപ്പോൾ ചിക്കനൊന്നും ഇല്ലെങ്കിലും ഈ രീതിയിലൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും. ഞാൻ തയ്യാറാക്കുമ്പോൾ ആ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.